ശരിക്കും പറഞ്ഞാൽ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ടൊരു സാധനമൊക്കെ മേടിച്ചിട്ടേ വെച്ചിരുന്നു. പക്ഷെ എന്തോ ചെയ്യാനാ, അത് നമ്മൾ ഉദ്ദേശിച്ച മാതിരി അത്ര റെഡിയല്ലായിരുന്നു. അതിങ്ങനെ കുറച്ചോടി കഴിയുമ്പോൾ നേരെ താഴെ വീഴും. അതുകൊണ്ട് നോക്കാം. ഈ ഇടതുവശത്ത് കാണുന്നൊരു ഓഫീസ് ബിൽഡിംഗ് ആണ് കേട്ടോ. ഈ റോഡ് നേരെ ചെല്ലുന്നത് നമ്മൾ എയർപോർട്ടിലോട്ടുള്ള റോഡാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ എയർപോർട്ട്. എൻ്റെ ഓഫീസ് അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ്. പക്ഷേ ഇപ്പം നമ്മൾ പോകുന്നത് ഓഫീസിലേക്കല്ല, ഇപ്പം ഞാൻ പോകുന്നത് ഒരു സൈറ്റിലേക്കാണ്. ആ സൈറ്റിൽ പോയി എനിക്ക് ഫസ്റ്റ് ഹാഫിൽ ഞാൻ കൂടുതലും സൈറ്റിലാണ്. കാരണം ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്, 22ഓളം പ്രൊജക്റ്റുകൾ ഉള്ളതുകൊണ്ട് അതെല്ലാം കവർ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ഓഫീസിലേക്ക് പോകുന്നത്. ഇവിടുന്ന് നമുക്ക് കട്ട് ചെയ്ത് വരണം. ഇതിനകത്ത് ലെഫ്റ്റ് എടുക്കാം. ഈ നേരെ കാണുന്നത് ഒരു മോളാണ്. ഏകദേശം ഇവിടുത്തെ ആദ്യത്തെ മോളെന്ന് വേണമെങ്കിൽ പറയാം. രാഹുൽ റോഡ് മോൾ. പിന്നെ ഇതിനപ്പുറത്തായിട്ട് ഒരു VR മോൾ കൂടെ ഉണ്ട്. VR സൂറത്ത്, VR ചെന്നൈ ഒക്കെ ഉള്ളതുപോലെ തന്നെ ഇവിടെയും പുതിയ ബ്രിഡ്ജാണ്. എവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ തന്നെ ആയുള്ളൂ. ബ്രിഡ്ജ് ഏറ്റവും കൂടുതൽ പണിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ. കാരണം എന്ന് പറഞ്ഞാൽ സിറ്റിയിൽ പോപ്പുലേഷൻ ഇപ്പം തന്നെ ഏകദേശം 75 lakhs ആണ് സൂറത്ത് സിറ്റിയിലുള്ളത്. 65 to 75 lakhs ഉണ്ട്. അതിൽ തന്നെ ഏകദേശം ഒരു 2.5 to 3 lakhs അത്രയെങ്കിലും മലയാളീസ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നേരത്തെ ഒരു 2023-ലെയാണോ 13-ലെ ഒരു കണക്കനുസരിച്ചിട്ട് 15,000 ആയിരുന്നു മലയാളീസ് ഉള്ളത്. പക്ഷേ എങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളീസുണ്ട്. അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഒരുപാടുണ്ട്. കാരണം നമ്മുടെ ഈ ഇൻഡസ്ട്രീസിലൊക്കെ ജോലി ചെയ്തിട്ട് അവിടുന്ന് തന്നെ പുറത്തേക്കൊക്കെ പോകുന്ന അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ ആദ്യത്തെ വ്ളോഗ് ആയതുകൊണ്ട് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടെന്നിരിക്കാൻ. നമ്മൾ ഇതിൽ വലിയ വ്ളോഗറൊന്നുമല്ല. നിങ്ങളെ സൂറത്ത് സിറ്റിയും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെയൊക്കെ കാണിച്ചു തന്നേക്കാം. ഇതാണ് ഏറ്റവും വലിയ ഇവിടുത്തെ ഒരു കുഴപ്പം. ഇപ്പോൾ ഈ സിഗ്നൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായെന്ന് തോന്നുന്നു, ഇത്രയായിട്ടുള്ളത്. പക്ഷേ എങ്കിലും നമ്മളിതിന് സിഗ്നൽ ഇല്ലാത്തപ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ട്രാഫിക് കുറവുള്ളത്. ഈ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതിനുള്ളതാണ്. ഇതിൻ്റെ പേര് തന്നെ ട്രാഫിക് സിഗ്നൽ എന്നാണ്. അതായത് ട്രാഫിക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽ, അതാണ് ട്രാഫിക് സിഗ്നൽ. അതായത് ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇതില്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഇതില്ലെങ്കിലാണ് ഈ ഇത്രയും പ്രശ്നങ്ങളൊന്നുമില്ലാതെ വണ്ടികൾ മെയിനായിട്ട് പോകുന്നത്. ഏത് ഇതിൽ ചെന്ന് കഴിഞ്ഞാലും ഈ സിഗ്നൽ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. അല്ലാതെ ഇതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവും ഇതുവരെ തോന്നിയിട്ടില്ല. നമ്മൾ ഫോളോ ചെയ്ത് തന്നെ പോകുന്നുണ്ട്. ഈ സിഗ്നൽ ഒരു അവധി ദിവസം വരുമ്പോൾ സിഗ്നൽ എല്ലാം ബന്ധമാണ്. കാരണം അന്നെന്താ പോലീസുകാർക്ക് അവധിയില്ല. ഈ അവധി ആയതുകൊണ്ട് അവർ ഡ്യൂട്ടിയിലിരിക്കില്ല. എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് വല്ലതും വരുന്നുണ്ടോ? ഇല്ല. പിന്നെ ആരെങ്കിലും ഒരു സെക്കൻഡിൽ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് പെനാൽറ്റി അടിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ പ്രൊജക്റ്റ്. ആദ്യം നമുക്ക് ഇവിടെ ഇച്ചിരി പണിയുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത പ്രൊജക്റ്റിലേക്ക് പോകാം. അപ്പോൾ